Hi Magle. Problem is not a stop sign, but it is a guidelines. അല്ലെ, നമുക്ക് നിർത്താനുള്ള എന്തല്ല ഒരു അടയാളമല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, മറിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു എന്താണ് ആർജവം നമുക്ക് തരുന്നതാണ് എല്ലാ പ്രോബ്ലങ്ങളും. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടെ നമ്മുടെ സൈലത്തിന്റെ ഈ ഒരു വീഡിയോ സെഷൻ ആരംഭിക്കുകയാണ്. തമ്മിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രോബ്ലംസ് ആണോ നിങ്ങളുടെ പ്രോബ്ലംസ്? ഏത് പ്രോബ്ലംസ് അല്ലെ, നമ്മുടെ വലിയ പ്രോബ്ലംസുകളൊന്നല്ല. രണ്ടാമത്തെ ചാപ്റ്ററിലെ ചെറിയ ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയിൽസ് ലോ, ചാൾസ് ലോ, അതേപോലെ തന്നെ അവഗാഡ്രോസ് ലോ അല്ലെ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോസ് നിയമം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ മക്കളോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളും അതിന്റെ വിശകലനവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ, ഞാൻ ആദ്യം ഇംഗ്ലീഷ് ഒന്ന് കാണിച്ചു തരാം. ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ദ ടെമ്പറേച്ചർ of a fixed mass of gas at a constant pressure is shown in the tables. അല്ലെ, find P and Q. Find P and Q. Which gas law is associated with the given relations? അല്ലെ, ഇപ്പൊ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ മലയാളം ഞാനൊന്ന് പറയാൻ പോവാണ്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം അല്ലെ ചുവടെ കൊടുത്തിരിക്കുന്നു. അവ പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇതിൽ കോൺസ്റ്റന്റ് പ്രഷർ ആണ് അല്ലെ, കോൺസ്റ്റന്റ് പ്രഷർ ആണ്. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ? കോൺസ്റ്റന്റ് പ്രഷർ അല്ലെങ്കിൽ സ്ഥിരമർദ്ദമാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അല്ലെ, ഈ ഒരൊറ്റ സാധനം കിട്ടിയാൽ മതി. ഈ ഒരൊറ്റ സാധനം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മതി. ഏതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്? സ്ഥിരമർദ്ദത്തിൽ വരികയാണെങ്കിൽ അത് ഏത് ലോ ആണ് മക്കളെ? ചാൾസ് ലോ ആയിരിക്കും മക്കളെ, മറന്നു പോകരുത്. അതുമല്ല, ഇനി നമുക്ക് മറ്റൊരു ഏരിയയും കൂടി കാണാം. വിയും ടിയും റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ചോളി മക്കളെ, ഏതായിരിക്കും? ചാൾസ് ലോ ആയിരിക്കും കേട്ടോ. റെഡി? അപ്പൊ ഇത് ഏത് നിയമമായി പി ക്യു എന്നിവ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. പി ക്യു നമ്മൾ കണ്ടെത്താൻ പോവാണ്. അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചാൾസ് നിയമമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നു പോരുത്. ഇനി ആരെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാം. വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വി ബൈ ടി ഈസ് ഈക്വൽ ടു സ്ഥിര സംഖ്യ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് മറന്നു പോരുത് കേട്ടോ. ഓക്കെ, റെഡിയാണല്ലോ? അപ്പൊ വിയും ടിയും കണ്ടാൽ നമ്മൾ ഉറപ്പിച്ച ചാൾസ് നിയമമാണെന്ന് കണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കി വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വി ബൈ ടി ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ അല്ലെ. അപ്പൊ നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്കാം അല്ലെ, നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് പിന്റെയും ക്യൂവിന്റെയും വിലയാണ് അല്ലെങ്കിൽ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോകണം അല്ലെ. ഇവിടെ 600 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 300 കൊടുത്തിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വി ബൈ ടി എത്രയായിരിക്കും മക്കളെ? വി ബൈ ടി എത്രയായിരിക്കും? 600നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. എത്ര കിട്ടി? 2 കിട്ടി. റെഡിയല്ലേ? 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 400, ഇവിടെ പി. ഈ പിയുടെ വില എത്രയായിരിക്കും? 400നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഏതാണ് ആ സംഖ്യ? സിമ്പിൾ അല്ലെ, 200 ആയിരിക്കും. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? ഇനി ക്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 500 ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം കിട്ടേണ്ടത് 2 ആണ്. കാരണം വി ബൈ ടി എന്ന് പറയുന്നത് സ്ഥിരസംഖ്യയാണ് അല്ലെ. സ്ഥിരസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 2 ആണ്. ആ 2 തന്നെ ഇവിടെ ഒക്കെ വരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വി ബൈ ടി എപ്പോഴും സ്ഥിരമായിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2, ഇവിടെയും 2, അതിന്റെ അടിഭാഗത്തൊക്കെ 2 ആയിരിക്കും. അതാണ് വി ബൈ ടി ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 600നെ 300 കൊണ്ട് ഹരിച്ച സമയത്ത് 2 കിട്ടി. 400നെ 200 കൊണ്ട് ഹരിച്ചപ്പോ 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു സംഖ്യ കൊണ്ട് 500നെ ഹരിച്ചപ്പോൾ നമുക്ക് 2 കിട്ടി. ഇപ്പൊ തന്നെ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടാവും എത്രയാണ്? 1000 ഉത്തരം. റെഡിയല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണ്? വി ബൈ ടി ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കോളം കംപ്ലീറ്റ് എത്രയായിരിക്കും? നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഹരിച്ച സംഖ്യ കിട്ടുന്നത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെയും ഇവിടെയും. ഇനി ഇതിന്റെ അടിയിലേക്കുള്ള എല്ലാ
കള്ളി അല്ലെങ്കിൽ എല്ലാ കോളത്തിലും v/t ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ ആയിരിക്കും. റെഡിയാണല്ലോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു കൺസെപ്റ്റിലാണ്. അപ്പൊ ആ കൺസെപ്റ്റ് നിങ്ങളോട് പറഞ്ഞു വരുന്നത് v/t ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ. മനസ്സിലാലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൽ മറ്റൊരു സാധനം കൂടി ഉണ്ട്. ഇത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, സിമ്പിൾ. വിയും ടിയും വന്നാൽ അതേതാണ്? ചാൾസ് നിയമം. റെഡി? ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. റെഡിയാണോ? റെഡി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഐഡന്റിഫൈ ABCD ആൻഡ് ABCD ഈ F ഒക്കെ കണ്ടുപിടിക്കാണ്ട്. മക്കളെ എവിടെ നോക്കൂ നിങ്ങള്? ഇവിടെ തൊടുത്തിരിക്കുക, അതിന്റെ മലയാളം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടാ റെഡി? അപ്പോ ഇവിടെ P തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, PV തന്നിട്ടുണ്ട് അല്ലെ മക്കളെ? Pയും Vയും കണ്ടാൽ നമുക്കറിയാം ഏതാണ് അത്? ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ അല്ലെ? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ABCD E ആൻഡ് F കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലെ? അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. PV സമം കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പഠിച്ചത് v/t ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ PV സമം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ PV സമം സ്ഥിരസംഖ്യ. ഓക്കെ? അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. PV കൂട്ടിക്കഴിഞ്ഞാൽ ആ കള്ളി മൊത്തം ഒരേ സംഖ്യ ആയിരിക്കണം. അതാണ് നമ്മൾ കണ്ടീഷൻ. അവിടെ നോക്കൂ മക്കളെ, ഇവിടെ 200 അല്ലെ? ഇവിടെ ഏതോ ഒരു സംഖ്യ, ഇവിടെ ഏതോ ഒരു സംഖ്യ നമുക്കറിയില്ല. ആകെ കുടുങ്ങിയല്ലോ അല്ലെ? ഇവിടെ 1000, ഇവിടെ ഏതോ ഒരു സംഖ്യ, ഇവിടെ 1000 ഉണ്ട്. യെസ്, ഒരാളെ കിട്ടിയാ മതി അല്ലെ? PV സ്ഥിരസംഖ്യയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇവിടെ 1000 ആണെങ്കിൽ ഇവിടെയും 1000 ആയിരിക്കും, ഇവിടെയും 1000 ആയിരിക്കും. ഇവിടെ ഓൾറെഡി 1000 ഉണ്ട്. കണ്ടോ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? PV സമം സ്ഥിരസംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ PV എന്ന് പറഞ്ഞിരിക്കുന്ന കള്ളി മൊത്തം എത്രയായിരിക്കും? ഒരേ സംഖ്യ ആയിരിക്കും. മനസ്സിലാലോ? അപ്പൊ മനസ്സിലാക്കണം, PV എന്ന് പറഞ്ഞാൽ P യെ V കൊണ്ട് ഗുണിക്കുകയാണ് അല്ലെ? അവിടെ നോക്കൂ, 200നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കേൾക്കാം, 5 ആയിരിക്കും. സോ എയുടെ ആൻസർ 5. റെഡി അല്ലേ? ഇനി 1000 ഇവിടെ ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെ 1000 ഉണ്ട്. 1000നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1000 കിട്ടും. ഏതാണ് ആ സംഖ്യ? സിമ്പിൾ, 1000 അല്ല, 1, നമ്പർ 1 അല്ലെ? 1000 × 1 1000. ഇനി അടുത്ത നോക്കൂ, ഏതോ ഒരു സംഖ്യനെ 500 കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമുക്ക് എഴുതാം? 2. കണ്ടോ? സിമ്പിൾ. ഇനി അടുത്തത് 100നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1000 കിട്ടും. ഏതാണ് ആ സംഖ്യ? സിമ്പിൾ, 10. കണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട 2 കൺസെപ്റ്റുകള്. മക്കള് അടിവരയിട്ട് പഠിച്ചോളാം. v/t ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ? v/t ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ. ഏത് നിയമമാണ്? ഏത് നിയമമാണ്? ദിസ് ഈസ് ചാൾസ് ലോ അല്ലെ? ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ വരുന്നതാണ് ഏതോ? PV ഈസ് ഈക്വൽ ടു സ്ഥിരസംഖ്യ അല്ലെ? അല്ലെങ്കിൽ PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെ? ഏത് നിയമമാണ് മക്കളെ? ബോയിൽ നിയമം. ഇത് മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് v/t എല്ലാം ഒരേ സംഖ്യ ആയിരിക്കും, PV എന്ന് പറയുന്നത് ഒരേ സംഖ്യ ആയിരിക്കും. മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായല്ലോ? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2. ആ കള്ളി മൊത്തം 2. കാരണം v/t എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമാണ്. അവിടെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏതും പഠിച്ചത്? ബോയിൽ നിയമവും പഠിച്ചത്. അതെന്താ പഠിച്ചത്? PV എന്ന് പറയുന്നത് സ്ഥിരസംഖ്യയാണ്. അതിന്റെ അർത്ഥം ഈ PV എന്ന് പറഞ്ഞിരിക്കുന്ന കള്ളി മൊത്തം ഒരു സംഖ്യ ആയിരിക്കും. മുകളിൽ 200 ആണെങ്കിൽ അടിയിലും 200, നടുക്കും 200, ഏറ്റവും അടിയിൽ 200. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇത് കണ്ടാൽ എന്തോ പേടിയാവും നമുക്ക്. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ ഇനി ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലമേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ബോയിൽ നിയമവും ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലം നമ്മളോട് 3 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ അടിച്ച് തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും
Goodbye.